എല്ലാവർക്കും നമസ്കാരം. മൈ ജിഒ വി എന്ന സൈറ്റിൽ എങ്ങനെയാണ് ഒരു ക്വിസിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. അതിനുശേഷം മൈ ജിഒ വി ക്വിസ് എന്നുള്ളത് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു സൈറ്റിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയൊരു പേജിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലെ കുറേ ക്യൂസ് കാണാവുന്നതാണ്. ഇതിലേതിൽ വേണം നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും. വളരെ ഈസിയായിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന ക്യൂസാണ്. നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും. അതിനുശേഷം നോക്കൂ, ഇതിലേത് ക്യൂസിലാണോ നിങ്ങൾ പങ്കെടുക്കുന്നത് അതിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, പ്ലേ എന്ന് കൊടുക്കുക. ഓക്കെ, പ്ലേ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊരു പേജാണ് ഓപ്പൺ ചെയ്ത് വരിക. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ക്യൂസ് എന്ന് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കൂ, ഇവിടെ കാണാവുന്നതാണ് 10ഓളം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പേജാണ് നിങ്ങൾക്കായിട്ട് തുറന്നു വരിക. കണ്ടോ, 1, 2 അങ്ങനെ 10ഓളം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പേജ് നമുക്കായിട്ട് തുറന്നു വരും. അവിടെ വളരെ എളുപ്പത്തിൽ നമുക്കിത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നു. ക്വസ്റ്റ്യൻ വായിച്ച ശേഷം ഏതാണോ ആൻസർ കൊടുക്കുന്നു. അങ്ങനെ 10 എണ്ണവും അറ്റൻഡ് ചെയ്യും. 1, 2, 3 അങ്ങനെ നെക്സ്റ്റ് അടിച്ച് കൊടുത്താൽ മതി. ഒരെണ്ണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ 10 എണ്ണം അറ്റൻഡ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എളുപ്പമാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എല്ലാ 10ാമത്തെ ക്വസ്റ്റ്യനും ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കണം, 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫിനിഷ് ക്യൂസ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിലേക്കാണ് വരിക, ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. അവിടെ നമുക്ക് നോക്കുക, ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്യൂസിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് ലോഗിൻ ചെയ്യാത്തവരോട് ലോഗിൻ ചെയ്യാൻ ആവശ്യപ്പെടും. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. കാര്യങ്ങളൊക്കെ കൊടുക്കുക. പേര് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ പേര് കൊടുക്കേണ്ട പേജ് വരുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളുടെ പേര് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ കൃത്യമായിട്ട് ആ പേര് തന്നെ, നിങ്ങളുടെ പേര് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ക്യൂസ് അറ്റൻഡ് ചെയ്ത് നമുക്ക് അവസാനം ഇതുപോലെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പാർട്ടിസിപ്പേറ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡായി വരുന്നതായിട്ട് കാണാം. ഇവിടെ ഞാൻ അറ്റൻഡ് ചെയ്ത മുഴുവൻ ക്യൂസിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ട്. ഏത് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ അവസാനം അറ്റൻഡ് ചെയ്ത ഇതാണ്. ഇപ്പോൾ 2 എണ്ണം അറ്റൻഡ് ചെയ്തിരിക്കുന്നു. 3ാമത്തത് ഇതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിലത്തെയാണ് അവസാനം അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് താഴോട്ടുള്ള ആരോ മാർക്കിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, സർട്ടിഫിക്കറ്റ് ഡൗൺലോഡായി വന്നിരിക്കുന്നു. അവിടെ ഡൗൺലോഡ് എന്ന് കൊടുക്കുക. സ്വാഭാവികമായിട്ട് നമ്മൾ ഇത് ഓപ്പൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് റെഡിയായി. ഇത് നമുക്ക് എവിടെ വേണമെങ്കിൽ ഷെയർ ചെയ്യുകയോ സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഇതുപോലെ എത്രയും പെട്ടെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾ എനിക്കിത് അയച്ചു തരികയും ചെയ്യുക. ഓക്കെ, അങ്ങനെ ഈ എല്ലാ ക്യൂസിലും പങ്കെടുക്കാൻ നോക്കുക. ഓരോ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴും എനിക്ക് അയച്ചു തരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. താങ്ക് യു ഓൾ.